അപ്പോൾ ഇനി കറൻസി അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ളൊരു ടെൻഷൻ വേണ്ട. നേരെ ടെസ്കോയിലേക്ക് വെച്ച് പിടിച്ചോ. നേരെ ടെസ്കോയിൽ ഒരു ട്രാവൽ മണി എന്നുള്ള കൗണ്ടർ ഉണ്ട്. എല്ലാ ടെസ്കോയിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ള സൂപ്പർ ടെസ്കോ ആണ്. അപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ നേരെ അവിടെ അവരുടെ കൗണ്ടറിൽ എല്ലാ രാജ്യത്തിൻ്റെയും കറൻസിയുടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർഡ് വഴിയോ ക്യാഷ് വഴിയോ നമുക്ക് അവർക്ക് കാശ് കൊടുക്കാം. അപ്പോൾ അവിടുന്ന് റിട്ടേൺ അവർ നേരെ ഏറ്റവും മെജോറിറ്റി അവർ പ്രിഫർ ചെയ്യണത് ക്യാഷായിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ഫ്രണ്ട് നേരെ ടർക്കിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ടർക്കിഷ് കറൻസി ലിമയോ അങ്ങനെ എന്തൊരു കറൻസി ഞാൻ മറന്നുപോയി. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ഒരു 150 പൗണ്ട് വെറുതെ എൻ്റെ മൊബൈൽ വെച്ച് ടാപ്പ് ചെയ്തൊരു 150 പൗണ്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവർ നിന്ന് അപ്പോൾ തന്നെ ക്യാഷായിട്ട് കൗണ്ട് ചെയ്തെടുത്തിട്ട് 5600 ഒരു അവിടുത്തെ കറൻസി നമുക്ക് തന്നു. 2 മിനിറ്റ് കൊണ്ട് പരിപാടി തീർന്നു. അവൻ ആ കൗണ്ടറിൽ നിന്ന് പൈസ എടുത്തു. പ്രാന്ന് എണ്ണി 5600 ആ കറൻസി ഒരു എംവലപ്പിലിട്ട് എനിക്ക് തന്നു. എൻ്റെ പൊന്നു പറഞ്ഞാൽ ഞാനിതൊരു വീഡിയോ എടുക്കാം അല്ലെങ്കിൽ അതൊരു വീഡിയോ ആക്കാം എന്ന് വിചാരിക്കാനുള്ള കാരണം, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വൈഫിന് ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി പൈസ മാറ്റി കൊടുത്തു വിടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ നിന്ന് എയർപോർട്ടിനകത്തുനിന്ന് കുറച്ച് പൈസ മാറി. അവരെന്നെ കൊല വിളിച്ച് കൊടുത്തു എന്ന് പറയുന്നതാണ് സത്യം. അത്രയും നഷ്ടത്തിനാണ് നമ്മൾ അത്രയും ചെയ്തത്. അവർ നമ്മൾ അത് പറഞ്ഞ് ഇതും പറഞ്ഞ് കുറേ കാശ് പറ്റിച്ച് അത് കൊണ്ടുപോയി. പിന്നെ പുറത്തുനിന്ന് മാറാനും നമ്മൾ കുറേ അന്വേഷിച്ചായിരുന്നതാണ്. പക്ഷേ ഇവിടെയൊക്കെ ഉണ്ടോ വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് പരിപാടി തീർന്നു. ലോകത്തിൻ്റെ ഏത് രാജ്യത്തെ മാക്സിമം ഞാൻ ആ ലിസ്റ്റിൽ കണ്ടപ്പോൾ ഒരുപാട് കൺട്രികളുടെയും കറൻസി അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേപോലെ സിമ്പിളായിട്ട് അവർ എംവലപ്പിനകത്തേക്ക് അപ്പോൾ ഫണ്ട് ഇട്ട് തന്നു. ബില്ലും കാര്യങ്ങളും ഉള്ള ഇട്ട് കയ്യിലേക്ക് തന്നു. നമ്മളതും പറഞ്ഞ് ടാറ്റയും ബൈബയും പറഞ്ഞ് നേരെ ടെസ്കോൻ്റെ അടുത്തും പുറത്തോട്ട് ഇറങ്ങി. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ അവിടെ വെച്ച് എണ്ണിയില്ല. അപ്പോൾ ഒന്ന് എണ്ണി നോക്കാതെ എണ്ണാനല്ല, ഒരു കൗതുകത്തിൻ്റെ പുറത്തൊന്നും പിടിച്ചു നോക്കണതാണ്. എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.